ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഹോട്ടലിൽ കയറിയാൽ എന്നെപ്പോലെ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഫസ്റ്റ് പ്രിഫറൻസ് മസാല ദോശയായിരിക്കും അല്ലേ? എങ്കിൽ പിന്നെ ഇന്ന് കുറച്ച് മസാല ദോശ ഉണ്ടാക്കി കളയാമെന്ന് വെച്ചു. രാവിലെ തന്നെ കേട്ടോ. അതിനു വേണ്ടിയിട്ട് ആദ്യം 2 ഉരുളൻകിഴങ്ങ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ചു. ഈ മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒരു കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം കൊത്തിയരിഞ്ഞ ഇഞ്ചി കഷ്ണങ്ങളും പച്ചമുളകും കറിവേപ്പിലയും ഒരു സവോള അരിഞ്ഞതും ക്യാരറ്റും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്നു വരുമ്പോഴേക്കും നമ്മൾക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് പെരുംജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മളിപ്പോൾ പുഴുങ്ങി മാറ്റി വെച്ചിരുന്ന ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തതും കൂടെ അതിനൊപ്പം ചേർത്ത് ഇളക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഈ മസാലക്കൂട്ടുകളെല്ലാം ആ ഉരുളക്കിഴങ്ങിൽ പിടിക്കുന്ന വിധത്തിലൊന്ന് ആക്കിയെടുക്കുക. അതിനുശേഷം ഒരു ചെറിയ ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കുക. ഇത് കുറച്ച് നേരം ഒന്ന് ചെറു തീയിൽ വെച്ചിട്ട് ആ വെള്ളം വറ്റിച്ച് ഈ പരുവാക്കി നമ്മളൊന്ന് എടുക്കണം. അതായത് ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല, ഒരുപാട് വെള്ളം ആവാനും പാടില്ല. ആ ഒരു പരുവത്തിൽ നമുക്ക് മാറ്റി വെക്കാം. ഇനി ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് ദോശ വളരെ നൈസായിട്ട് പരത്തിയെടുക്കണം. അത് എല്ലാ ഭാഗവും ഒരേ തിക്നെസ്സോട് കൂടി തന്നെ വേണം വരാൻ. നടുഭാഗത്ത് കുറച്ച് കട്ടിയിലിരുന്നാലും പ്രശ്നമൊന്നുമില്ല. സൈഡൊക്കെ നന്നായിട്ട് കനം കുറഞ്ഞു വന്നാലേ ദോശ നന്നായിട്ട് മുരിഞ്ഞു വരുള്ളൂ. ഇനി നമ്മൾ കുറച്ച് നെയ്യ് എടുത്തിട്ട് അവിടെ ഇവിടെ ഒന്ന് തൂവി കൊടുക്കണം. ഈ നെയ്യ് നന്നായിട്ട് ചേർക്കുവാണെങ്കിൽ ആ മുരിഞ്ഞ് കഴിയുമ്പം നല്ല സ്മെല്ലാട്ടോ. ഇനി അതൊന്ന് ഏകദേശം പരുവാകുമ്പോഴേക്കും നമ്മുടെ മസാലക്കൂട്ട് ആ നടുഭാഗത്തോട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു 1-2 സ്പൂണേ വെച്ച് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മുടെ കയ്യിൽ അധികം ദോശമാവില്ല. കഴിഞ്ഞ ദിവസം മിച്ചം വരുന്ന ദോശമാവാണ്. ഒരു 3-4 മസാല ദോശയ്ക്കുള്ള മാവേ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ദോശ നമ്മൾ നന്നായിട്ട് മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ തവ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ദോശ. വളരെ സിമ്പിളാണ്. ഇന്ന് മസാല ദോശയ്ക്ക് കോമ്പിനേഷനായിട്ട് വെള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദോശയുള്ളതുകൊണ്ട് അത് ഈ വീട്ടിൽ ചിലവാവില്ലാത്തതുകൊണ്ടാട്ടോ. മസാല ദോശ ഇഷ്ടമായ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.